കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കൊച്ചി പനമ്പിള്ളി നഗറിൽ യുവതി നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ വാർത്ത പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അന്ന് ആ കുഞ്ഞ് മരിച്ചു. കഴിഞ്ഞ ഡിസംബറിലാണ് ഏളമക്കരയിൽ 1.5 മാസം പ്രായമുള്ള ആൺകുട്ടിയെ അമ്മയുടെ സുഹൃത്ത് കാൽമുട്ടുകൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷമാണ് പെരുമ്പാവൂരിൽ 10 ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന് ഇരുമ്പ് പാലത്തിന് സമീപം ഉപേക്ഷിച്ചത്. കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാൻ മെട്രോ നഗരത്തിൽ ഒരു അമ്മത്തൊട്ടിലില്ല എന്നതാണ് വസ്തുത. എറണാകുളം ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതെയായിട്ട് 1 വർഷമായി. സാങ്കേതിക പ്രശ്നം കാരണമാണ് പ്രവർത്തനം നിർത്തിയതെന്നാണ് വിശദീകരണം. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ. 6 മാസങ്ങൾക്ക് മുൻപ് അമ്മത്തൊട്ടിലിന്റെ അവസ്ഥയെപ്പറ്റി, കുഞ്ഞുങ്ങളുടെ മരണം തുടർച്ചയായ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ചിരുന്നു. അന്ന് കൊച്ചിയിലെ അമ്മത്തൊട്ടിലിന്റെ സാങ്കേതിക തകരാർ അടുത്ത മാസം തന്നെ പരിഹരിക്കും, അത് പ്രവർത്തന സജ്ജമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ആശുപത്രി വേസ്റ്റ് അടക്കം മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ അവിടെ എത്തുമ്പോൾ എന്താണ് അവസ്ഥ അർജുൻ? ഗുഡ് ഈവനിങ് സുജയ പാർവതി. ഈ അന്നുണ്ടായ ചിത്രത്തിൽ നിന്ന് ഒരു മാറ്റവും ഈ അമ്മത്തൊട്ടിലില്ല. നേരത്തെ സുനിഷ കാണിച്ചത് തിരുവനന്തപുരത്തെ ഹൈടെക് അമ്മത്തൊട്ടിലാണ്. കേരളത്തിലെ 2ാമത്തെ ഹൈടെക് അമ്മത്തൊട്ടിൽ നിർമ്മിച്ചത് കൊച്ചിയിലാണ്. കൊച്ചി നഗരഹൃദയത്തിൽ തന്നെ ജനറൽ ആശുപത്രിയോട് ചേർന്ന് ഈ കാണുന്ന ഹൈടെക് അമ്മത്തൊട്ടിൽ ഉദ്ഘാടനം ചെയ്തത് 2020-ലാണ്. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി ഇത് പൂർണ്ണമായും ഇതിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ഇതിൻ്റെ സെൻസർ വർക്ക് ചെയ്യുന്നില്ല എന്നതാണ്. അതായത് ഈ നേരത്തെ തിരുവനന്തപുരത്ത് സുനിഷ കാണിച്ചതുപോലെ ഇത്തരത്തിൽ സെൻസർ കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ 1 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നില്ല. ഇതിലെ കമ്പനി അധികൃതർ തന്നെ ഇത് വന്ന് നേരിട്ട് പരിശോധിച്ചു, പലതവണ ശ്രമിച്ചു. പക്ഷേ ഒരിക്കൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇത് പൂട്ടിക്കിടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഈ അമ്മത്തൊട്ടിൽ ഈ കെട്ടിടത്തിൻ്റെ ഉൾഭാഗത്ത് ഇപ്പോൾ ഈ ഇവിടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ വേസ്റ്റുകളും മറ്റും ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു നില തന്നെയാണ് ഈ അമ്മത്തൊട്ടിലിന് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഇവിടെ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നവരുടെ സ്വകാര്യത കൃത്യമായി സംരക്ഷിക്കും. അതോടൊപ്പം തന്നെ കുഞ്ഞിനെ ഇവിടെ കിടത്തിയതിന് തൊട്ടു പിന്നാലെ ഫോട്ടോയും തൂക്കവും അടക്കം ജില്ലാ കളക്ടർക്ക് അടക്കം വാട്സപ്പിൽ ലഭിക്കും. അത്തരത്തിൽ വളരെ മനോഹരമായി വിഭാവനം ചെയ്ത ഒരു അമ്മത്തൊട്ടിലാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യം ഇങ്ങനെയാണ്. മാത്രവുമല്ല, ഇത് മെട്രോ നഗരത്തിലാണ് ഈ സാഹചര്യം. ഏറ്റവും കൂടുതൽ ഇത്തരം കേസുകൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തതും എറണാകുളം ജില്ലയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ പനമ്പിള്ളി നഗറിൽ ഒരു കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായി. എളമക്കരയിൽ ഒരു ലോഡ്ജിൽ കുഞ്ഞിനെ കൊലപ്പെടുന്ന സാഹചര്യമുണ്ടായി. പെരുമ്പാവൂർ കുഞ്ഞിനെ കൊലപ്പെടുത്തി. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയോട് ചേർന്ന് ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ പൂച്ചാക്കലിൽ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഈ ഭാഗത്ത്, ഈ മേഖലയിൽ ആവർത്തിക്കുകയാണ്. തൊട്ടടുത്ത ജില്ലകളായ ഇടുക്കി, കോട്ടയം തുടങ്ങിയ ഇടങ്ങളിലും അമ്മത്തൊട്ടിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിലാണ് സാഹചര്യം. പ്രധാനപ്പെട്ട നഗരം, മെട്രോ നഗരം, അവിടെ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതായിട്ട് ഏതാണ്ട് 1 വർഷമായി. ഇതിന് പറയുന്ന കാരണം വെറും സാങ്കേതികം മാത്രമാണ്. അതായത് സെൻസർ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ അമ്മത്തൊട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ അമ്മത്തൊട്ടിൽ പ്രവർത്തനക്ഷമമാക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ വാഗ്ദാനവും അവിടെ വാഗ്ദാനമായി നിൽക്കുകയാണ്. അധികൃതർ ഒരു കാര്യം ഓർത്തോളൂ, നിങ്ങൾ വാഗ്ദാനം നൽകി അങ്ങ് പോകും. പക്ഷേ നിങ്ങൾ നൽകിയ വാഗ്ദാനം അത് പ്രാവർത്തികമായോ എന്ന് നോക്കാൻ ഞങ്ങളുടെ പ്രതിനിധികൾ, റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം ഈ കാര്യങ്ങളിൽ തുടർച്ച ഉറപ്പാക്കാൻ 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ആ സ്റ്റാറ്റസ് അപ്ഡേറ്റ് എന്താണ് എന്നുള്ളത് ഇതുപോലെ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കും. ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അന്ന് നമ്മൾ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി പുല്ലും കാടും ഒക്കെ വളർന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു പുരോഗതിയും കൊച്ചിയിലെ അമ്മത്തൊട്ടിലിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല.